വളരെ ശ്രദ്ധിക്കണ്ടേ രതീഷേ. ആ ശരി, ഇപ്പൊ ഞാൻ എന്തായാലും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ. എന്നെ വിളിച്ച് കിട്ടിയെങ്കിൽ രാംകുമാർ സാറിനെ വിളിക്കണ്ടേ? സാറിനെ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ആ കുഴപ്പമില്ല, ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ എന്നാ ശരി. അതെ അച്ഛാ. എന്ത് മോളെ പറ. അല്ല, ഈ ജിമ്മിലൊക്കെ ഇടാനുള്ള ഡ്രസ്സേ എല്ലാം ചീത്തയായേ. കളറൊക്കെ ഫെയ്ഡ് ആയിട്ട് നല്ലതൊന്നുമില്ല. പിന്നെ അച്ഛന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊന്നും അങ്ങ് പറയാത്തത്, എല്ലാം വേണ്ടെന്ന് വെച്ചത്. അത് നന്നായി, വേണ്ടത് വെച്ചല്ലോ. രവിയേട്ടാ, രവിയേട്ടനെ എന്റെ പച്ചക്കന്റെ മാല ഓർമ്മയില്ലേ? പാലക്ക. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണേ, അതുപോലത്തെ ഒരു ചുവന്ന മാലയും കൂടി വേണമെന്ന്. പക്ഷെ എനിക്ക് രവിയേട്ടന്റെ അവസ്ഥയൊക്കെ അറിയാലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ആഗ്രഹമൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അതും നന്നായി അല്ലേ? അല്ലേലും മണി, ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിങ്ങനെ വീട്ടിൽ കൂട്ടി വെക്കണ ശരിയല്ല. അതെ, മനസ്സിലാക്കാനൊന്നുമില്ല. പിങ്കി പറഞ്ഞത് ന്യായമായ കാര്യം, ജെന്യൂനാണ്. മനസ്സിലായ? അവളുടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ വില കൂടിയ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവൾക്കൊരു ആഗ്രഹം വരില്ലേ? അത് തെറ്റു പറയാൻ പറ്റൂല. അപ്പൊ അത് ആ മോഹം നമ്മൾ സാധിച്ചു കൊടുത്തു. പക്ഷെ ഇത് അത്യാഗ്രഹമാണ്. അല്ല മണി, നിനക്കിപ്പം ആഭരണത്തിന്റെ ആവശ്യം എന്താണ്? ഉള്ള ആഭരണം തന്നെ നീ ഇവിടെ ഇടുന്നില്ലല്ലോ. നിനക്ക് ആവശ്യത്തിന് ഇല്ലേ? പിന്നെ മോളെ, നിനക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട്, കണ്ട പുതിയതുപോലെ തോന്നുന്നത് അല്ലേ? അപ്പൊ ഇത് വേണോ? രവിയേട്ടൻ പറഞ്ഞ ശരിയാണ്. അല്ല, അപ്പൊ അച്ഛൻ അവളുടെ സെന്റിയില് വീണതല്ല അല്ലേ? സെന്റിയില് വീണതാ? എടി, ഞാൻ പറഞ്ഞില്ലേ അവളുടെ ആവശ്യം ന്യായമാണ്. അവളുടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ നല്ല ഇതൊക്കെ ഇട്ട് നോക്കുമ്പോ പക്ഷെ ഇത് അത്യാഗ്രഹമാണ്. മനസ്സിലായ? പിന്നെ കാശ് ഉണ്ടാക്കുന്നവനെ അറിയാം എങ്ങനെ ചെലവാക്കണം. മനസ്സിലായ? നിങ്ങൾ ഏത് കാര്യത്തിലും ആവശ്യമുള്ളതിന് പൈസ ചെലവാക്കുന്നുണ്ട് ആണല്ലോ. അച്ഛനെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് പൈസ ചെലവാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായ? പക്ഷെ എന്നാലും അച്ഛന് പേര് പിശുക്കൻ. അയ്യോ, പറഞ്ഞു പറഞ്ഞങ്ങ് മോളി പോലെ പോകണല്ലോ. പിശുക്കൻ വിളിക്കുന്നുണ്ടെങ്കിലേ പിശുക്കന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ല വെറുതെ ആരും പിശുക്കാനൊന്നും വിളിക്കൂല. ഒന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചെറിയ പോയിന്റ് ഉള്ളതുകൊണ്ട് സമ്മതിച്ചു പറഞ്ഞു പോവാണ്. അച്ഛാ, യു ആർ ഗ്രേറ്റ്. താങ്ക് യു. ഇപ്പോഴൊക്കെ മനസ്സിലായല്ലേ?